വലിയ കുക്കറിൽ എന്തോ സ്പെഷ്യൽ ഉണ്ടാക്കുന്നല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നോക്കാൻ വന്നതായിരുന്നു മോൻ. സംഭവം നമ്മുടെ ഇപ്രാവശ്യത്തെ ക്രിസ്മസിന് ഡേറ്റ്സ് വൈനാണ് ഉണ്ടാക്കുന്നത്. 2 കിലോ ഡേറ്റ്സ് നമ്മൾ നന്നായിട്ടൊന്ന് കഴുകി കുരുവൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇരട്ടി അളവിന് വെള്ളം എടുത്ത് നന്നായിട്ട് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഡേറ്റ്സിൻ്റെ പകുതി അളവിന് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. വേണമെങ്കിൽ ആദ്യമേ കാരമലൈസ് ചെയ്തിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ച് തിളപ്പിച്ചാലും മതി. അങ്ങനെയാണെങ്കിൽ നല്ല കളർ കിട്ടും. എന്നിട്ട് അതിലേക്ക് ഞാൻ ഈ ഒരു കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഡേറ്റ്സ് ഒക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. പഞ്ചസാരയും ഡേറ്റ്സും ഒക്കെ ഒന്ന് നന്നായിട്ട് കുക്കായിട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പട്ട, ഏലക്ക, ഗ്രാമ്പു, തക്കോലം ഇത് ഇത്രയും ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഈസ്റ്റും ഗോതമ്പുമാണ്. ഗോതമ്പ് ഓൾറെഡി കഴുകി ഉണക്കി വെച്ചതാണെങ്കിൽ നമുക്ക് അതെല്ലാം തണുത്തതിന് ശേഷം ഇട്ട് കൊടുത്താൽ മതി. ഇവിടെ ഇപ്പം ഞാനിപ്പോൾ ഒന്ന് കഴുകി എടുത്തിട്ട് തന്നെ ഉള്ളൂ. അപ്പോൾ അതും ഇട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ട് തണുത്തതിന് ശേഷമാണ് ഈ ഒരു ഉണങ്ങിയ ജാറിലോട്ട് ഞാനൊന്ന് മാറ്റി കൊടുത്തിട്ടുള്ളത്. ഇതിലേക്കൊരു 3 ടീസ്പൂൺ ഈസ്റ്റും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അഡീഷണൽ വെള്ളം വേണമെങ്കിൽ തിളപ്പിച്ചാറിയ വെള്ളം യൂസ് ചെയ്യാം. ഞാനിതിലേക്ക് കുറച്ചുകൂടി വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒത്തിരി ടൈറ്റ് ആക്കാണ്ട് ജസ്റ്റ് അങ്ങനെ ഒന്ന് അടച്ചതിന് ശേഷം നമ്മളിങ്ങനെ തുണി കൊണ്ട് കെട്ടിയിട്ട് മാറ്റി വെച്ചേക്കുമായിരുന്നു. ഇതിപ്പോൾ ഇന്നലെ ഇട്ടതാണ്. പറ്റുവാണെങ്കിൽ എല്ലാ ദിവസവും ഒരേ സമയം തന്നെ ഉണങ്ങിയ മരത്തവി കൊണ്ട് നമുക്ക് ഒരേ ഡയറക്ഷനിലേക്ക് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം. 21 ദിവസം ആകുമ്പോഴത്തേക്കും നമുക്കിത് എടുത്തിട്ട് അരിച്ചതിന് ശേഷം 1-2 ദിവസം തെളിയാൻ വെച്ചതിന് ശേഷം യൂസ് ചെയ്യാം.